പോയിട്ട് ഞാൻ കഴിച്ചെന്നോ കുടിച്ചെന്നോ ഒന്നും തിരക്കണ്ട. ഇവര് പൊക്കി പിടിക്കുന്നില്ല. സൂചിച്ചേട്ടന്റെ ഭാര്യ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്നതിന് ഇവര് തെറ്റ് കണ്ടുപിടിക്കുന്നത്. സൂചിച്ചേട്ടൻ 2 മക്കളുണ്ടല്ലോ, അവരൊരു നേരത്തെ ആഹാരം കഴിച്ച ഓണത്തിന് ഒരു സദ്യ ഉണ്ടോ ഒന്നും എന്നല്ല, അതാരും തിരക്കുന്നില്ല. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ റിലേറ്റഡ് ടു രേണു സുധി. ഇപ്പോൾ രേണു സുധീനെ മാത്രം പറഞ്ഞു എന്ന് വിചാരിക്കേണ്ട, നിങ്ങളത് കാണാനേ വരുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ രേണു സുധിയുടെ കോണ്ടൻറ്റിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നിപ്പോവും രേണു സുധിനെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. അല്ല, ബിഗ് ബോസിലുള്ള എല്ലാ കാര്യവും സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഒരുവിധം എല്ലാം അതിൽ അവിടെ കോണ്ടൻറ്റ് എന്ന് തോന്നുന്ന സാധനങ്ങൾ റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ലൈവ് അപ്ഡേറ്റ്സ് നമ്മൾ കൊടുക്കുന്നില്ല, പക്ഷെ ഒരുവിധമൊക്കെ സമയത്തിനനുസരിച്ച് ചെയ്തു പോകുന്നു. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കോണ്ടൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ ചാനൽ നോക്കിയാൽ കാണാം. നമുക്ക് ഇപ്പോൾ നടക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ലൈവിൽ കുറച്ച് മുന്നേ നടന്നിട്ടുള്ളൊരു വിഷയത്തിൻ്റെ ചെറിയൊരു വോയിസാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഷാനവാസ് വളരെ വിദഗ്ധമായിട്ട് എന്നെനിക്കൊരു സംശയമുണ്ട്, അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഉറപ്പിക്കാം. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് വിദഗ്ധമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഷാനവാസ് രേണുവിനോടിരുന്ന് സംസാരിക്കുന്നൊരു ഒരു സീനാണ് കേട്ടോ അവിടെ. സ്വാഭാവികമായിട്ടും രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിനുള്ളിലേക്ക് വരുമ്പോൾ ആ സർനെയിം ഉണ്ടല്ലോ, ഹസ്ബൻഡ് സുധി എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ പെട്ടിയായിട്ട് വന്നു. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു സുധിയുടെ ആത്മാവിനെയും കൂടി കൊണ്ട് പെട്ടിയിലാക്കിയിട്ടാണ് വന്നു എന്നുള്ള കണ്ടീഷനിലൊക്കെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത്, അല്ലേ? ശരിയാണ്. രേണു സുധിയുടെ ഐഡൻറ്റിറ്റി ഒരു മേജർ ഭാഗം സുധി തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഭർത്താവ് മരിച്ചൊരു സ്ത്രീ സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഒരു സ്ത്രീക്ക് എൻ്റെ ഹസ്ബൻഡ് വിട്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അല്ലെങ്കിൽ ഒരു പക്ഷേ അത് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. അങ്ങനത്തെ ഇപ്പോൾ ഞാൻ ഈ കേൾക്കുന്ന വ്യക്തികൾ ആരെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ഹസ്ബൻഡൊക്കെ മരിച്ചിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ ആ മരിച്ചു പോയിട്ടുള്ള നമ്മുടെ പാർട്ട്ണറെ കുറിച്ച് പറയുന്ന സമയത്ത് 1000 നാവായിരിക്കും. ഓക്കെ, അതവിടെ ഒരു ഫാക്റ്റാണ്. പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. അവിടെ മനുഷ്യത്വത്തിനോ മനുഷ്യൻ്റെ വാല്യൂസിനോ യാതൊരു വിലയില്ലാത്തൊരു സ്ഥലമാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഗെയിം ഷോ ആണ്, ടോട്ടൽ ഗെയിം ഷോ മാത്രമാണ്. അപ്പോൾ അവിടെ നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുന്ന സമയത്തും പറയുന്ന സമയത്തും പല തോട്ടും കാര്യങ്ങളെല്ലാത്തിനും ഭയങ്കര റെലവൻസ് ഉണ്ട്. ഇതൊക്കെ ബാക്ക് ഫയർ ചെയ്യും. അവിടെ തന്നെയുള്ള ആൾക്കാരനെ പല കാര്യങ്ങളത്തിന് വേണ്ടി ഉപയോഗിക്കാം, പുറത്തുള്ള ആൾക്കാരെ അത് ആയുധമാക്കി ഉപയോഗിക്കാം, ചർച്ചകൾ നടത്താം, മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യാം, വളച്ചൊടിക്കാം, ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവാം, അല്ലേ? അപ്പോൾ അത് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോയിൻ്റ് അവിടെ. പ്രത്യേകിച്ച് രേണു സുധിയുടെ കാര്യത്തിൽ അവരിതുവരെ കാണിച്ചു കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്ന സിറ്റുവേഷൻ പലതും ഉണ്ടായിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയാണ് എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കോൺവെർസേഷൻ നടക്കുന്നത് ഷാനവാസ് വളരെ വിദഗ്ധമായിട്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഷാനവാസ് രേണുവിനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയിപ്പിക്കുന്ന ഒരു വോയിസ്, ഞാൻ ബാക്കിയും കൂടി വോയിസ് പ്ലേ ചെയ്യാം. ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അതിലൊരു എടുത്ത് കാണിക്കത്തക്ക രീതിയിൽ എന്താ പറയുക, ഇത് ശരിയായില്ല രേണു അങ്ങനത്തെ സംഭവമൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് രേണു പറഞ്ഞു എന്നുള്ള ഒരു ലൈവ് അപ്ഡേറ്റ് ഉണ്ട്. ആ ഒരു സംഗതി കേട്ടതിന് ശേഷം നമ്മൾ അഭിപ്രായം പറയാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ശ്രദ്ധിക്കണം ഷാനവാസ് ചോദിക്കുന്നത് എന്താണെന്നുള്ളത്. ബഹുമാനിക്കുന്നില്ല, സൂചിച്ചേട്ടന്റെ ആത്മാവിനെ അവള് ബഹുമാനിക്കുന്നില്ല. സന്തോഷമായോടി നിനക്ക് അവള് തുണി പറിച്ചാടുന്നു, അവൾ അഭിനയിക്കുന്നു. എന്തിനാ അഭിനയിക്കുന്നത്? ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ഞാൻ ആസ് എ ബിഗ് ബോസ് പ്രേക്ഷകൻ എന്നുള്ളൊരു എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ആസ് എ സപ്പോർട്ടറായിട്ട് പറയില്ല. ഒരുപാട് മാസങ്ങളായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളൊരു സംഭവമാണല്ലോ അത്, അല്ലേ? മാസങ്ങളായിട്ട് ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നു. ഇത് മാത്രമേ ഒരാൾക്ക് പറയാനുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാലും വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ടല്ലാതെ അല്ലേ ഒരു വ്യക്തി ബിഗ് ബോസ് ആസ് എ പ്ലെയർ, ആസ് എ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് കോണ്ടൻറ്റ് ഉണ്ടാക്കേണ്ടത്? എൻ്റെ ഒരു ചോദ്യമാണത്. നിങ്ങളോടൊരു ചോദ്യം, നിങ്ങളുടെ അഭിപ്രായം പറയും. ഇനിയും അതിനുള്ളിൽ ചെന്നതിന് ശേഷം ഈ ഒരു കോണ്ടൻറ്റ് വെച്ചിട്ടാണോ ഒരു വ്യക്തി, ഒരു പക്ഷേ ചിലപ്പോൾ ഷാനവാസ് ചോദിച്ചതിൽ നിന്ന് രേണു പറഞ്ഞതായിരിക്കാം, ലൈവിൽ വളരെ ക്ലിയർ അല്ല. പക്ഷെ കഴിയുന്നതും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതായിരിക്കരുത് കോണ്ടൻറ്റ്. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്കറിയില്ല, നമ്മൾ പല കാര്യങ്ങളും ഇവർ പുറത്തേക്ക് എന്താ എത്തിക്കുന്നതെന്നുള്ള പല ആൾക്കാരും ഇതിനെക്കുറിച്ച് ഈ ഷോനെ കുറിച്ചൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് എന്ത് ഇമേജാണ് പോർട്രേ ചെയ്യുന്നത്? ഒരു പക്ഷേ ചിലപ്പോൾ ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ആൾക്കാർ കാണാനുള്ളത് ഒറ്റ കാര്യം കൊണ്ട് അത് മാത്രം പുറത്തേക്ക് എത്തിക്കുകയാണെന്നുള്ളത് അറിയില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിലേ ഉള്ളൂ, നമ്മുടെ പേഴ്സണൽ ലൈഫിൻ്റെ ബാഗേജ് ഇതിനുള്ളിൽ കയറുന്ന സമയത്ത് അതൊക്കെ പുറത്ത് വെച്ചിട്ട് ആ ഒരു ഗെയിമിനെ ഫോക്കസ് ചെയ്ത് ആ ഒരു ഷോനെ സംബന്ധിച്ചിട്ടുള്ള കോണ്ടൻറ്റ് പുറത്തേക്ക് തരാനാണ് ഒരാൾ ശ്രമിക്കേണ്ടത്. അതല്ല വേറെ ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇവരുടെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് വിവാദങ്ങളാണ് വേണ്ടത്.
എല്ലാ കേസ് ഇപ്പം ഞാൻ 2 ദിവസം മുന്നേ ഇന്നലെ ഇപ്പോൾ നമ്മൾ മറ്റേ ഒരു കേസ് പറഞ്ഞല്ലോ, ഏത് വോട്ട് അപേക്ഷിച്ചിട്ടുള്ള കേസ്. ഇതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും ഈ കയറിപ്പോയ ആൾക്കും വളരെ ക്ലിയറായിട്ട് അറിയാം, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഞാൻ എലിമിനേഷൻ റൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു, ഇനി എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനുള്ളൊരു ബാക്ക് ഫയറിംഗ് ഉണ്ടാവും, ചർച്ചയാവും, കോൺട്രവേഴ്സി ഉണ്ടാവും. ഇതും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ശ്രമിച്ച പോലെ തന്നെ എനിക്ക് ഇന്നലെയും ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനാണ് ശ്രമിച്ചു, പക്ഷേ അത് വളരെ ചീപ്പായി പോയി എന്നാണ് പറയാനുള്ളൂ. അപ്പോൾ അതുപോലെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. അതിന് വേണ്ടി സംസാരിക്കുകയാണെന്ന് എനിക്ക് തോന്നിപ്പോ. കാരണം അല്ലെങ്കിൽ ലോകം മുഴുവൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ദർ ഇസ് നത്തിങ് ന്യൂ ഇൻ ഇറ്റ്. പിന്നെ അത് കൗണ്ടർ ചെയ്യാൻ മറ്റുള്ളവർക്ക് ഒരു ചാൻസ് ഇട്ട് കൊടുക്കുകയാണ്. റോഡിൽ കിടന്ന് അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളും നമ്മുടെ കൂടെയാണോ? മൂത്തമ്മ പഠിക്കുവല്ലേ, കിച്ചൂട്ടൻ പഠിക്കുവല്ലേ. അല്ല, കൊല്ലത്ത് പഠിക്കും അവന്, ചേട്ടന്റെ വീട്ടില്. പിന്നെ അവൻ ജനിച്ചു വളർന്ന വീടല്ലേ അത്. ഞങ്ങൾ പുതിയ വീട്ടില്, അവൻ അവധിക്ക് ചങ്ങനാശ്ശേരി. സൂചേട്ടൻ അടക്കി കൊടുത്തുനിന്ന് കുറച്ച് ഒരു 6-7 കിലോമീറ്റർ മാറി. അല്ല, സൂചേട്ടൻ കൊല്ലംകാരനല്ലേ, നമ്മള് കോട്ടയംകാരിയല്ലേ. അതല്ലേ സൂചേട്ടൻ ഇവിടെ അല്ലായിരുന്നു 5 വർഷവും. എന്നെ കല്യാണം കഴിച്ച 5 വർഷം ഇവിടെ തന്നെ. നമ്മള് നിങ്ങളുടെ പ്രോഗ്രാമിനൊക്കെ വാടക വീട്ടിലായിരുന്നു. വളരെ വളരെ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജാണ് ഷാനവാസ് പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗെയിമേഴ്സ് ഒരുപാട് പേരുടെ ഉള്ളിലുണ്ട്. ഷാനവാസിന് അറിയാത്ത കാര്യമൊന്നും ഉണ്ടായിരിക്കില്ല. രേണുസുധി ബിഗ് ബോസിലേക്ക് ഉണ്ടെന്നുള്ള ഒരുവിധം എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ അവരതിനുള്ളിൽ ചെന്നിട്ട് ഈ സാധനം വിടുന്നുള്ളതും അതിനെ പുറത്തേക്ക് എത്തിക്കുകയാണോ ഷാനവാസ് ചെയ്തത് എൻ്റെ സംശയം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കാരണം വെച്ചാൽ എടുത്തു ചോദിക്കുന്ന കാര്യം നോക്കൂ, ഇയാൾ എവിടെയാണ് അടക്കം ചെയ്തത്. കാരണം അതിന് അടക്കം ചെയ്ത് റിലേറ്റഡ് ആയിട്ടൊക്കെ ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയ ഓൾറെഡി കഴിഞ്ഞു. എന്തിനോട് അടക്കം ചെയ്തു, ആ പള്ളിയിൽ ചെയ്തു, ആ ബിഷപ്പിനെ കുറിച്ചും ഒരുപാട് പ്രശ്നങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച്. അത് വീണ്ടും എടുത്ത് ചോദിക്കുകയാണ്. പിന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അവിടെ വീട്ടിൽ ആരും ഇല്ലേ. ഒരു സാധാരണ മനുഷ്യന്, ഒരു സാധാരണക്കാരൻ ഒരാൾക്ക് തോന്നുന്ന സംശയം തോന്നുന്ന രീതിയിലാണ് ഷാനവാസ് അവിടെ വളരെ ബ്രില്യൻ ഗെയിം പ്ലേ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. കൊണ്ടുപോയി കാണിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കൊല്ലത്ത് കുടുംബവും അങ്ങനെയൊന്നുമില്ലേ? കൊണ്ടുപോയി കാണിച്ചു. ഫാമിലിയില്ലേ, കുടുംബക്കാരില്ലേ? എല്ലാരും ഉണ്ടായിരുന്നു. അവരിവിടെ വന്നിട്ട് അടക്കിയത്, എല്ലാരും കൂടെ വന്നിട്ടാണല്ലേ തീരുമാനമെടുത്തു. അതുപോലെ പെർഫ്യൂം വിഷയം ഇതവിടെ ഷാനവാസ് ചോദിക്കുന്നില്ല. അതുപോലെ പെർഫ്യൂം വിഷയം ഇതൊക്കെ എടുത്തിടുകയാണ്. ഇതൊക്കെ എന്തിന്, ഇതൊക്കെ ഇതല്ലാതെ ഗെയിമില്ലേ? രേണുസുധിക്ക് ഇതേ ഉള്ളൂ. രേണുസുധിക്ക് സുധി മാത്രമാണോ ഗെയിം? ബിഗ് ബോസ് തന്നെ അതിന് ഇരിക്കുകയാണോ? പക്ഷേ എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. എനിക്കെന്തോ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ ഒരുപാട് കേട്ടോണ്ടായിരിക്കാം. നിങ്ങളും കേട്ടിട്ടില്ല, നമ്മളെല്ലാവരും കേട്ടതല്ലേ. ഞാനത് പറഞ്ഞ സംഭവം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് ആ കുട്ടി കൊണ്ടു തന്നത് അല്ലേ. എനിക്ക് ജീവിതത്തിൽ സൂചേണ്ട വിയർപ്പിന്റെ മണമാണത്. കാരണം ലാസ്റ്റ് അങ്ങോട്ട് പോയ വിയർപ്പിന്റെ എന്ന് പറഞ്ഞു, ആ നാറ്റം എന്നുള്ള വേർഡ് തന്നെയാണ് ഇവിടെയൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത്. നാറ്റം എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്തില്ലായിരുന്നു. നാറ്റം എന്ന് ഞാൻ പറഞ്ഞില്ല, വിയർപ്പ് നാറ്റം. നമ്മൾ വിയർപ്പിന്റെ നാറ്റം എന്നല്ല മണമെന്നാണ് പറയുന്നത്. സ്ലാങ്ങിനും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതാണ് ചിലർ ബിഗ് ബോസ് ഹൗസിലെ രീതികളായിട്ട് എടുത്തത്, രീതികളെ പോലെ എടുത്തത്. വലിയ ഒരു സംഭവമാണ് മരിച്ചുപോയ എന്റെ ഹസ്ബൻഡിന്റെ സ്മെല്ല്. അതായത് ഇവരുടെ ഈ പെർഫ്യൂം വിഷയം വന്ന സമയത്ത് ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള പഴയ എൻ്റെ ചാനലുണ്ടല്ലോ, ആ ചാനലിൽ ഈ ഇൻ്റർവ്യൂ വന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ വന്നു. അതിനുശേഷം ഈ ഇവരുടെ കൊടുക്കുന്നത് എനിക്കൊന്ന് ആ ഇൻ്റർവ്യൂ ആണ്. ലക്ഷ്മി നക്ഷത്രേൻ്റെ മുന്നേ ഈ ഒരു സംഗതി വന്ന സമയത്ത് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ. കാരണം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഒരാൾ നമ്മൾ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, പക്ഷെ അതിനെ പിന്നീട് അവരുടെ മുഖത്ത് സംസാരിക്കുമ്പോൾ വന്നിട്ടുള്ള അഹങ്കാരത്തിൻ്റെ ടോൺ കൊണ്ടാണ് നമ്മളെല്ലാവരും മലയാളികളൊക്കെ തിരിച്ചു പറഞ്ഞിട്ടുള്ളത്. ഒറ്റ ക്വസ്റ്റ്യൻ ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഒരു പോഷൻ നിങ്ങൾ ലൈവ് കണ്ടവർക്ക് അറിയാം. ഞാനിത് എടുത്തിടാനുള്ള ഇന്നിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള റീസൺ എന്താണെന്നറിയോ? ബിഗ് ബോസ് ഹൗസിൽ ഇനിയും അവരുടെ പേഴ്സണൽ ലൈഫിൻ്റെ വിഴുപ്പ് അവിടെ കൊണ്ടുവന്ന് അലക്കണോ? ബിഗ് ബോസിൽ കോണ്ടൻറ്റ് ഇത്രയും ദിവസത്തിലിടയ്ക്ക് രേണുസുധി എന്ത് കോണ്ടൻറ്റാണ് ബിഗ് ബോസിന് കൊടുത്തിട്ടുള്ളത്? അപ്പാർട്ട് ഫ്രം ഇതുപോലത്തെ ഈ വിക്ടിം കാർഡ്, വിധവ കാർഡ്, സ്ത്രീകൾ കാർഡ്, വിക്ടിം കാർഡ്, ഇതുപോലത്തെ കാർഡ്സും പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫിനെ വീണ്ടും എടുത്തിട്ട് ആൾക്കാരുടെ ഇടയിലിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയുകയാണ്, ഇപ്പോഴും അവർ ഇതിന് വേണ്ടിയിട്ടല്ല നിൽക്കുന്നത്. സൈബർ ബുള്ളിങ് കിട്ടാൻ ഇത് കുറച്ച് പുറത്തിങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല നിൽക്കുന്നത്. യു ഹാവ് ടു മൂവ് ഓൺ ഫ്രം ദിസ്. ആ സിറ്റുവേഷൻ കഴിഞ്ഞ് മൂവ് ഓൺ ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകണ്ടേ? സ്റ്റിൽ യു ഹോൾഡിങ് ഓൺ ടു ദിസ്. ഞാൻ പഴയ ആ സുധി എന്ന് പറഞ്ഞിട്ടുള്ള ആ ബ്രാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്.
ആ സുധി എന്ന് പറഞ്ഞിട്ട് സുധിച്ചേട്ടൻ്റെ വൈഫ് മറ്റേ പെട്ടി മണം ഈ ഒരു സാധനം മാത്രമേ വെച്ചുകൊണ്ട് നിൽക്കുന്നുള്ളൂ. ഇത് വെച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും സംഭവിക്കും. നാളെ വീണ്ടും ഇതേ കാര്യങ്ങൾ വീണ്ടും അതിലിട്ട് ചർച്ച ചെയ്ത് പുറത്ത് സംസാരമാവും. അപ്പോൾ പിന്നെ രേണു സുധീൻ്റെ പുറകെ പിന്തുടരുകയാണ് എന്നുള്ള വർത്തമാനങ്ങൾ കൊണ്ട് ആൾക്കാർ നിർബന്ധമായിട്ട് എന്തായാലും വരും, ഉറപ്പാണത്. ഐ തിങ്ക് ദിസ് ലേഡി ഈസ് നോട്ട് ഫിറ്റ് ഫോർ ബിഗ് ബോസ്. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. ഒഫൻഡഡ് ആയിട്ട് തോന്നിയിട്ട് കാര്യമില്ല. വി വാണ്ട്, നമുക്ക് വേണ്ടത് ബിഗ് ബോസ് മെറ്റീരിയൽസിനാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയ്ക്ക് വേണ്ടത് ബിഗ് ബോസ് എന്ന ഷോനെ അതിന് കോണ്ടൻറ്റ് കൊടുക്കുന്നവരാണ്. ഇതുപോലത്തെ അറുബോറൻ കോണ്ടൻറ്റുകൾ, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിരിക്കാം, ബട്ട് ഇറ്റ്സ് ജസ്റ്റ് സ്ക്രാപ്പ് ഫോർ യു, ഷിറ്റ് ഫോർ യു ഗൈസ്, അതായിരിക്കാം അല്ലേ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ. ഞാൻ പലപ്പോഴായിട്ട് ചില വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 10-15 സെക്കൻഡൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്ത് പറയുന്നുണ്ട്, ബ്രോ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലാതാണ്. അതുപോലെ തന്നെ അല്ലേ നിങ്ങളുടെയൊക്കെ പേഴ്സണൽ കാര്യങ്ങളോ അടുത്ത അത് അങ്ങനത്തെ ഒരു അതല്ല, ഇതൊരു ഷോ അല്ലേ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കണ്ട സമയത്ത് ജസ്റ്റ് പറയണം തോന്നിപ്പോയി, അറിയില്ല. അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ വേറെ ഒന്നുകൂടി എന്താ പറയുക, എൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടേ ഞാൻ ചെയ്യാം കേട്ടോ. ഞാൻ ഓൾറെഡി പിന്നെ അതിനുള്ള പരിപാടികൾ റെഡിയാക്കിയിട്ടുണ്ട്. വൈകുന്നേരത്തെ അപ്ഡേറ്റിൽ വരാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.